രാജ്യം ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മുകളിൽ പതാക ഉയർത്തി രാമരാജ്യം സ്ഥാപിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നത്. അയോധ്യയിൽ പണിതുയർത്തിയ രാം മന്ദിർ എന്ന് പറയുന്നത് കേവലം ഒരു ക്ഷേത്രം മാത്രമല്ല, 400 വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളി പൊളിച്ച് അവിടെ നിർമ്മിക്കപ്പെട്ട ഒരു ആരാധനാലയമാണ്. അയോധ്യയിലെ രാം മന്ദിർ എന്ന് പറഞ്ഞാൽ ചരിത്രം പൂർത്തിയാവില്ല. പള്ളി തകർക്കപ്പെട്ട സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് രാം മന്ദിർ. ആ രാം മന്ദിറിൻ്റെ ഉദ്ഘാടനവും പൂജാകർമ്മവും കാർമ്മികത്വവും എല്ലാം നടത്തിയത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതേ പ്രധാനമന്ത്രി അയോധ്യയിലെ ക്ഷേത്രത്തിൽ കാവിക്കൊടി ഉയർത്തി രാമരാജ്യം പുലർന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി വലുതാണ്. അയോധ്യയിൽ എവിടെയും അവർക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാം. പക്ഷേ ലാൽ കൃഷ്ണ അഡ്വാനി പറഞ്ഞത് മന്ദിർ വഹീ ബനായേഗ, ക്ഷേത്രം അവിടെ തന്നെ നിർമ്മിക്കും. അഥവാ പള്ളി പൊളിച്ചതിന് ശേഷം അവിടെ അമ്പലം നിർമ്മിക്കുമ്പോഴാണ് നൂറ്റാണ്ടുകളായി അനുഭവിച്ച നോവുകൾക്കും വേദനകൾക്കും സൗഖ്യമായിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. പൗരാണികമായ ഒരു പള്ളി തകർത്ത് അവിടെ അമ്പലം പണിയുമ്പോൾ മുറിവുകൾ ഉണങ്ങുന്നുവെങ്കിൽ ആ മുറിവുകൾ വർഗീയതയുടെ മുറിവുകളാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അയോധ്യ പിന്തുണച്ചില്ല എന്ന തിരിച്ചറിവിൽ ക്ഷേത്ര കേന്ദ്രീകൃതമായ രാഷ്ട്രീയം അല്പം ഉപേക്ഷിച്ചിരുന്നു BJP. ബീഹാറിൽ ലഭിച്ച വിജയത്തിൻ്റെ ഉന്മാദ ലഹരിയിൽ വീണ്ടും വർഗീയ കാർഡുകൾ ഇറക്കി രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമത്തിന് ആക്കം കൂട്ടുകയാണ്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രം എന്താണ്? ആ ചരിത്രവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സോ കോൾഡ് അൺടച്ചബിളായ ആളുകൾക്ക്, പിന്നാക്കം നിൽക്കുന്നവർക്ക് പ്രവേശനം നിഷേധിച്ച ബ്രാഹ്മണിക് ഹൈറാർക്കിയുടെ പൂജാ കേന്ദ്രങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. അവർണർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല, ആരാധനയ്ക്ക് അർഹതയുണ്ടായിരുന്നില്ല, ക്ഷേത്ര വഴിയിലൂടെ നടക്കാൻ മനുഷ്യർക്ക് അവകാശമുണ്ടായിരുന്നില്ല. ജാതീയ മേൽക്കോയ്മയുടെ പൂജാ കേന്ദ്രങ്ങളായിരുന്നു അവ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊപ്പം ക്ഷേത്രപ്രവേശന പോരാട്ടങ്ങളും നടന്നിരുന്നു. ഭരണകാലത്ത് പുഷ്കലമായ സൂഫി പാരമ്പര്യത്തിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൊള്ളക്കൊടുക്കലുകൾ നടന്നിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയലിസവും ഹിന്ദുത്വവാദികളും ചേർന്നുകൊണ്ടാണ് ആ സൗഹൃദത്തിന് തുരങ്കം വെച്ചത്. കൊളോണിയൽ ശക്തികൾക്ക് സാമ്രാജ്യത്വ താല്പര്യമായിരുന്നെങ്കിൽ ഹിന്ദുത്വ വർഗീയ ശക്തികൾക്ക് ജാതീയ മേൽക്കോയ്മയുടെയും മതമേൽക്കോയ്മയുടെയും ഇന്ധനമായിരുന്നു മുസ്ലിം ഹിന്ദു വിഭജനം. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിനും ഉദ്ഘാടനത്തിനും പ്രധാനമന്ത്രി കാർമ്മികത്വം വഹിക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നവും തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ മതേതരത്വത്തിൻ്റെ മരണമണിയാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മുസ്ലിങ്ങളുടെ പള്ളി തകർക്കപ്പെട്ട സ്ഥലത്ത് അമ്പലം പണിയുന്നതിൽ ആഹ്ലാദവും ആനന്ദവും കണ്ടെത്തുന്നവരുണ്ടാകാം. മതേതരത്വത്തിൻ്റെ തകർച്ച ന്യൂനപക്ഷങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്ന് ചിന്തിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. ഈയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ ആദ്യത്തെ ഇര മുസ്ലിങ്ങളായിരിക്കാം. അവർ ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെയല്ല, ന്യൂനപക്ഷങ്ങളെയല്ല, ഇന്ത്യൻ മതേതരത്വത്തെയാണ്. സെക്യുലറിസം തകർന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ പൗരന്മാരും ആ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. മതാന്ധതയുടെയും അനാചാരങ്ങളുടെയും കെട്ടുകാഴ്ചകൾ നാം കാണേണ്ടി വരും. മതേതരത്വം മരിച്ച ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർ മൃതപ്രായരായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പള്ളി തകർക്കപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് മോദി പ്രഖ്യാപിക്കുന്ന രാമരാജ്യം ഗാന്ധിജിയുടെ രാമരാജ്യമല്ല. ഗാന്ധിജി പ്രഖ്യാപിച്ച രാമരാജ്യത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു, ഞാൻ പറയുന്ന രാമരാജ്യത്തിൽ രാമനും റഹീമും ഒന്നാണ്. അല്ലാ ഈശ്വർ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ എന്ന് പറയുന്ന രാമരാജ്യമല്ല മോദിയുടെ രാമരാജ്യം.
മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.